Hi guys, welcome back. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബൈക്കിൽ വെക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ചാർജറാണ്. അപ്പോൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന ഒരു ആളാണെങ്കിൽ, കൂടാതെ നിങ്ങളുടെ കയ്യിൽ ചാർജറോ അല്ലെങ്കിൽ പവർ ബാങ്കോ ഇല്ല എങ്കിൽ പലപ്പോഴും ഫോണിൽ ചാർജ് തീർന്നു പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ വരുന്ന പുതിയ വണ്ടികളിലൊക്കെ USB ചാർജർ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ അങ്ങനെ ഒരു USB ചാർജർ ഇല്ല എങ്കിൽ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള USB ചാർജർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഈ ചാർജർ കാണിക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ഇതാണ് ചാർജർ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ചാർജർ RTR 200 വേണ്ടി പ്രത്യേകം ഉള്ളതാണ്. എങ്കിലും ഏത് വണ്ടിയിലും ഇത് ഫിറ്റ് ചെയ്യാം. ഇത് TVSൻ്റെ ജെന്യൂൻ ആക്സസറി ആണ്. ഇതിലൊരു ലിഡ് കൊടുത്തിട്ടുണ്ട്. മഴയത്ത് വെള്ളം കയറാതിരിക്കാൻ ഇത് സഹായിക്കും. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ബാറിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് അത്. എങ്ങനെ മൗണ്ട് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പിന്നീട് കാണിക്കാം. ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ വയർ ലെങ്ത് കുറവാണ്. പിന്നെ ഇതിൻ്റെ കണക്ടർ BS6 RTR 200ൻ്റെ 3-pin സോക്കറ്റിൽ ഡയറക്റ്റ് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ നടുവിലായി വേറെ റെഡ് ആൻഡ് ബ്ലാക്കിൽ കാണുന്ന മൂവ് ചെയ്യാൻ പറ്റുന്ന 2 കണക്ടർ കൂടെ ഉണ്ട്. RTR അല്ലാത്ത വണ്ടിയിൽ കണക്ട് ചെയ്യാൻ ഇവിടെ നിന്ന് കണക്ഷൻ എടുത്താൽ മതിയാവും. പിന്നെ RTRൽ തന്നെ BS6 3-pin സോക്കറ്റ് വരുന്ന വണ്ടികളിൽ മാത്രമേ വയർ കട്ട് ചെയ്യാതെ ഇത് ഡയറക്റ്റ് ഫിറ്റ് ആവുള്ളൂ. ഇത് മറ്റു വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നവർ കമ്പനി വയർ കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വാറണ്ടി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ക്ലസ്റ്ററിന് താഴെയുള്ള 2 സ്ക്രൂ റിമൂവ് ചെയ്യണം. അതിനുശേഷം ഹെഡ്ലൈറ്റിന് താഴെയുള്ള 2 സ്ക്രൂ ലൂസ് ചെയ്യണം. അത് ലൂസ് ചെയ്താൽ മതിയാവും, കംപ്ലീറ്റ് ആയി റിമൂവ് ചെയ്യണ്ട. അത് കഴിഞ്ഞ് വയറിംഗ് ഹാർനസിൽ നോക്കിയാൽ ഒരു 3-pin സോക്കറ്റ് കാണാൻ പറ്റും. അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. എന്നിട്ട് ഈ ചാർജറിൻ്റെ കണക്ടർ അതിൽ കണക്ട് ചെയ്യണം. എന്നിട്ടൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും ബാക്കി ഇലക്ട്രോണിക്സ് ഒക്കെ വർക്ക് ആവുന്നുണ്ടോ നോക്കണം. അതിനുശേഷം വയേഴ്സൊക്കെ കറക്റ്റായി ഒതുക്കി വെക്കണം. എന്നിട്ട് ഈ ചാർജർ വയർ ഈ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് എല്ലാം വീണ്ടും തിരികെ ഫിറ്റ് ചെയ്യുക. ഇത് RTRൽ അല്ല വേറെ വണ്ടികളിൽ ഫിറ്റ് ചെയ്യുന്നവർ ഇഗ്നീഷ്യനിൽ നിന്ന് വരുന്ന 12 വോൾട്ട് സപ്ലൈയിൽ ഇത് വയർ കട്ട് ചെയ്യാതെ കൊടുത്താൽ മതിയാവും. ഇനി ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഹാൻഡിൽ ബാറിലെ മിറർ മൗണ്ടിൽ വരുന്ന ഈ താഴത്തെ സ്ക്രൂ റിമൂവ് ചെയ്യണം. എന്നിട്ട് ഈ ചാർജർ അതിൽ വെച്ച് ടൈറ്റ് ചെയ്യണം. അതിനുശേഷം സിപ്പ് ടൈ ഉണ്ടെങ്കിൽ ഈ വയേഴ്സൊക്കെ സിപ്പ് ടൈ വെച്ച് ടൈ ചെയ്തിട്ടാൽ നല്ലതാണ്. ഇനി നമുക്ക് ഇത് ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ സാംസങ് ഫോൺ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇഗ്നീഷൻ കീ ഓൺ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.